10-11 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് വായിക്കുവാനായിട്ട് ഇടയാകണം. സങ്കീർത്തനം 16. സങ്കീർത്തനം 16 ദാവീദിന്റെ സ്വർണഗീതം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ മനസ്സാനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. പാതാളത്തിൽ വിടുകയില്ല, എന്റെ വിശുദ്ധ കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്തോഷ പരിപൂർണതയും നിന്റെ വലതു ഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. 16-ാം സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. നാം എല്ലാവരും സ്തോത്രം ചെയ്ത് കൂട്ടമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആത്മീയഗാനം എല്ലാവരും ചെയ്ത് ശക്തമായി കരങ്ങളെ അടിച്ച് ദൈവസനിൽ പാടി ദൈവത്തെ ആരാധിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. എല്ലാവരും ശക്തമായ കരങ്ങളെ അടിച്ച് ദൈവസനിൽ പാടിക്കാട്ടെ. സ്തോത്രം.
സ്തോത്രം. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേനിവന്നിൽ എന്നും അധിവസിക്കാൻ വന്നു ഉന്നതനാം തങ്ക പ്രാവേനിവന്നിൽ എന്നും അധിവസിക്കാൻ തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടു തന്നേർക്കെന്നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കൊടു തന്നേർക്കെന്നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേനിവന്നിൽ എന്നും അധിവസിക്കാൻ വന്നു ഉന്നതനാം തങ്ക പ്രാവേനിവന്നിൽ എന്നും അധിവസിക്കാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധ ദിവസത്തിനായി ഇന്നൊരു പ്രാവശ്യം കൂടെ അങ്ങയുടെ നാമത്തിന് മഹത്വം പറയുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. ഇതുവരെയും പാട്ടുകളിലൂടെ പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. നൽകി തന്ന 16-ാം സങ്കീർത്തനത്തിനായി സ്തോത്രം. ഈ സങ്കീർത്തനം പ്രബോധിപ്പിക്കാൻ ആവശ്യമായ കൃപ കർത്താവ് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനം പരിശുദ്ധാത്മ നിറവോടെ സംസാരിക്കുവാനും ആത്മാനിറവിൽ ഗ്രഹിക്കുവാനും അത് വിശ്വസിക്കുവാൻ അങ്ങനെ ചെയ്യുവാനും ദൈവം ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞ വചനം പോലെ അങ്ങയുടെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ആ മനുഷ്യനോട് തുല്യൻ. ഞങ്ങളുടെ വചനം പകൽ കേൾക്കുവാനും അത് വിശ്വസിക്കുവാനും അങ്ങനെ ചെയ്യുവാനും ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രബോധനം കേട്ട് അനുസരിച്ച് വിശ്വാസ ജീവിതത്തിൽ നിലയായി നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഈ ലോകത്തിൽ നിലനിർത്തുന്നത്, ഈ ദുഷ്ടലോകത്തിൽ നിലനിർത്തുന്നത് അങ്ങയുടെ തിരുവചനവും അങ്ങയുടെ വചനം മാത്രമാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. അങ്ങയുടെ കരുണയാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് വചനത്തിൽ ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവേ, സന്നിധി ബോധമുള്ളവരായി, ഭയഭക്തിയുള്ളവരായി, വിനയമുള്ളവരായി, അനുസരണത്തോടെ അങ്ങയുടെ മുൻപാകെയായിരിക്കുന്നു. ശമൂവേലിനെ പോലെ യഹോവേ അരുളിച്ചേണമേ, അടിയങ്ങൾ കേൾക്കുന്നു. ആ സമർപ്പണത്തോടെ ആയിരിക്കുന്ന ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ദയവുണ്ടായി കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനയോടെ ദിവസത്തിലിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നിർവാശം കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥയൊക്കെ കഴിഞ്ഞ നാളിലൊക്കെ വളരെ പ്രതികൂലമായിരുന്നെങ്കിലും വിശുദ്ധ ദിവസം ആരാധനയ്ക്കായി ദൈവം കാലാവസ്ഥയ്ക്ക് അനുകൂലമാക്കി നൽകി. നമ്മൾ പലരും ശാരീരിക സൗഖ്യമില്ലാതെയായിരുന്നു. കർത്താവ് വിടുവിച്ചു. സന്തോഷമുള്ളവരായി സൗഖ്യത്തോടെ
ഞാൻ പാട്ടോടെ നൃത്തത്തോടെയും കർത്താവിന് കീർത്തനം ചെയ്യും എന്ന് സംഘത്തിലൊക്കെ പറഞ്ഞ വചനങ്ങളെ പോലെ സ്തോത്രം സന്തോഷത്തോടെ കർത്താവിന് സന്നിധിയിൽ കടന്നു വന്ന് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയ വിലയേറിയ ഈ അവസരത്തിനായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഉന്നതരെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവം. സ്തോത്രം നമ്മളെ കടാക്ഷിച്ച് നമ്മെ നടത്തിക്കൊണ്ടുവന്ന എല്ലാ വിധങ്ങളെ ഓർത്ത് കർത്താവ് നാമത്തിന് മഹത്വം പറയുന്നു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സർവശക്തൻ നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മൾ വായിച്ചതായ സങ്കീർത്തനം ഇന്ന് 16-ാം സങ്കീർത്തനമാണ് വായിച്ചത്. ആ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരികയാണ്. 16-ാം സങ്കീർത്തനത്തിൽ 11 വാക്യങ്ങളാണുള്ളത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 16-ാമത്തെ സങ്കീർത്തനം. ഇതിൻ്റെ ഹെഡിങ്ങിലുണ്ട്. ആ സങ്കീർത്തനം ആരുടെയാണ്? ദാവീദിൻ്റെതാണ് ഈ സങ്കീർത്തനം. ദാവീദിൻ്റെ സങ്കീർത്തനം തന്നെയല്ല, സ്വർണ്ണ ഗീതമാണ്, വിലപ്പെട്ട ഗീതം. തൻ്റെ ഹൃദയത്തിൽ ഒരു നിക്ഷേപത്തെ പോലെ കരുതിക്കൊള്ളുന്ന ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങളെ, ഇതിലെ വാചകങ്ങളെ ഒരിക്കലും മറന്നുപോകാൻ ദാവീദിന് കഴിയില്ല. കാരണം ദാവീദിനെ ദൈവം അത്രയ്ക്കും കരുതി, ദാവീദിനെ അത്രയ്ക്കും ദൈവം സംരക്ഷിച്ചു, ദാവീദിനെ ദൈവം അത്രയ്ക്കും വിടുവിച്ചു. ശത്രുഭയത്തിന് ദൈവം വിടുവിച്ചു. ദീനമായി കടന്നപ്പോൾ ദൈവം ദാവീദിനെ വിടുവിച്ചു. ദാവീദിന്റെ സകലവിധ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു നൽകി. ദാവീദിന് ദൈവം സ്തോത്രം രാജാവാക്കി സിംഹാസനം നൽകി. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. അപ്പോൾ ഒരിക്കലും ദാവീദിന് ദൈവത്തെ മറക്കുവാൻ കഴിയുകയില്ല. അത്രയ്ക്കും വിലപ്പെട്ട ഒരു സ്വർണ്ണ ഗീതം, നിക്ഷേപം പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സ്തോത്ര ഹൃദയത്തിലെ ഒരു വിളക്കിനെ പോലെ കരുതിക്കൊള്ളുന്ന സങ്കീർത്തനമാണ് ഈ 16-ാമത്തെ സങ്കീർത്തനം. സ്തോത്രം. അതിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. അപ്പോൾ ദാവീദ് ആരിലാണ് ശരണം പ്രാപിക്കുന്നത്? സർവശക്തനായ യഹോവയിലാണ് ദാവീദ് ശരണം പ്രാപിക്കുന്നത്. സ്തോത്രം. സർവശക്തനായ ദൈവമേ ഞാൻ അങ്ങയെ ശരണമാക്കിയിരിക്കയാൽ അങ്ങ് അവിടുന്ന് തിരുമേനിയെ എന്നെ കാത്തുകൊള്ളുമാറാകണമേ. സ്തോത്രം. അപ്പോൾ ദാവീദ് എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്? ദാവീദ് ഈ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കാം ഒരുപക്ഷെ. എൻ്റെ ചിന്ത എങ്ങനെയാണ്? ദൈവമേ ഞാൻ എളിയവൻ അങ്ങയെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളുമാറാകണമേ. സ്തോത്രം. നമ്മളൊക്കെ ആൾക്കാരൊക്കെ വിഷ് ചെയ്യുമല്ലോ. എങ്ങനെയാണ് വിഷ് ചെയ്യുന്നത്? ഒരു തലയെ കുനിച്ചിട്ട് അല്ലേ, തലയെക്കുറിച്ച് കുനിച്ചിട്ട് ഇങ്ങനെ വിഷ് ചെയ്യും, അല്ലെങ്കിൽ സ്തോത്രം ഇങ്ങനെ നമ്മൾ വിഷ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ. ദൈവത്തിന് ഒന്ന് വിഷ് ചെയ്തുകൊണ്ട്, ദൈവത്തിൻ്റെ നാമത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് സ്തുതി കരറ്റിക്കൊണ്ട് സർവശക്തൻ്റെ മുൻപാകെ ഞാൻ എന്നുമില്ല കർത്താവ് ഈ നമ്മൾ പാടുമല്ലോ, നേടിയതല്ല ആര് തന്നതാ? എല്ലാം ദൈവം തന്ന അല്ലേ. നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയത്. ദാവീദിനറിയാം, ദാവീദ് നിന്നതല്ല, ദാവീദിനെ ദൈവം നിർത്തിയതാണ്. ദാവീദ് ഒന്നും നേടിയതല്ല, പക്ഷെ ദൈവം ദാവീദിന് കൊടുത്തതാണ്. സ്തോത്രം. അതുകൊണ്ട് ദാവീദിന് ഒരിക്കലും ദൈവത്തെ മറക്കാൻ കഴിയില്ല. യഹോവേ ദൈവമേ ഞാൻ അങ്ങയെ ശരണമാക്കിയിരിക്കയാൽ ഞാൻ അങ്ങയിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു, ഞാൻ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. എനിക്ക് വേറെ ഒരു ആശ്രയമില്ല. വേറെ ഇതിൽ കണ്ടതിലൊന്നും എനിക്ക് ആശ്രയിക്കാൻ കഴിയില്ല. എൻ്റെ കൊട്ടാരത്തിൽ എനിക്ക് ആശ്രയിക്കാൻ കഴിയില്ല, എൻ്റെ മന്ത്രിമാരെ എനിക്ക് ആശ്രയിക്കാൻ കഴിയുകയില്ല, എൻ്റെ നാട്ടിലെ ജനങ്ങളിൽ ആശ്രയിക്കാൻ കഴിയില്ല, എൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കാൻ കഴിയില്ല, എൻ്റെ കഴിവിൽ ആശ്രയിക്കാൻ കഴിയില്ല, രാജസിംഹാസനത്തിൽ ആശ്രയിക്കാൻ കഴിയില്ല, എനിക്കൊന്നിലും ആശ്രയിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നൊരു ആശ്രയമുണ്ട്. യഹോവേ ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. അങ്ങ് മാത്രമാണ് എൻ്റെ മുൻപിൽ. തന്നതൊക്കെ അങ്ങ് തന്നതാണ്. അതുകൊണ്ട് അങ്ങയെ മറക്കാൻ കഴിയില്ല. യഹോവേ ഞാൻ അങ്ങയെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ദൈവമുൻപാകെ ശരണത്തിനു വേണ്ടി, ഒരു സംരക്ഷണത്തിന് വേണ്ടി ദാവീദ് ദൈവമുൻപാകെ തന്നെ സമർപ്പിക്കുകയാണ്. തൻ്റെ ദേഹത്തെയും തൻ്റെ ആത്മാവിനെയും തൻ്റെ ദേഹിയെയും ഒരുമിച്ച് ദൈവം മുൻപാകെ ദാവീദ് സമർപ്പിക്കുക. ദൈവ സംരക്ഷണത്തിന് വേണ്ടി, ദൈവിക കരുതലിന് വേണ്ടി, ദൈവിക വിടുതലിന് വേണ്ടി, ദൈവം കാക്കുന്നതിന് വേണ്ടി ദാവീദ് ദൈവം മുൻപാകെ സമർപ്പിക്കും. തന്നെയാണ് പറയുക 2-ാം വാക്യം, ഞാൻ യഹോവയോട് ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം. ഈ കാത്തു കൊള്ളണമേ ദൈവത്തോട് പറഞ്ഞത് കൂടാതെ ദാവീദ് ദൈവത്തോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. താഴെയുണ്ട്. 2-ാം വാക്യം, ഞാൻ യഹോവയോട് പറഞ്ഞത് അങ്ങന്റെ കർത്താവാകുന്നു. സ്തോത്രം. മലയാളത്തിലാണ് നീ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇംഗ്ലീഷിൽ തൗ, അങ്ങ്. ഇപ്പം മലയാളത്തിലേക്ക് തർജ്ജമ വന്നപ്പം നീ എന്നും അവനും നോക്കി എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ തർജ്ജമ നോക്കുമ്പോൾ അങ്ങ്, അവിടുന്ന്, അങ്ങേത്ത്, അങ്ങേക്ക്, അങ്ങുന്ന് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ എളിയവൻ, അല്ലെങ്കിൽ ഞാൻ യഹോവയോട് പറഞ്ഞത് അങ്ങ് എൻ്റെ കർത്താവാകുന്നു. അങ്ങത്തേയ് തിരുമേനിയെ അങ്ങ് എൻ്റെ കർത്താവാകുന്നു. എന്താണ് കർത്താവ്? ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ, ജീവിതത്തിൻ്റെ നായകൻ, ജീവിതത്തെ നയിക്കുന്ന ഉടമസ്ഥൻ, ജീവിതത്തെ മുന്നോട്ട് നയിക്കും. പക്ഷേ നമ്മുടെ ജീവിതം ഒരു തോണിയെങ്കിൽ, നമ്മൾ പാടുമല്ലേ, ലോകമാകുന്ന ഈ സാഗരത്തിൽ ഞാനൊരു വിശ്വാസ തോണിയാണ്, ഞാൻ ഒറ്റയ്ക്ക് തുഴഞ്ഞ് എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ആശ വെച്ച
ശുഭ തുറമുഖത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരുമിച്ച് എല്ലാവരും കൂടെ വള്ളത്തെ കയറി പോവല്ല. ജീവിതം എന്ന തോണി, ഓരോരുത്തർ ഒറ്റയ്ക്ക് തുഴയുന്ന തോണി എവിടേക്ക് തുഴയുന്നു? മറുകരയിലേക്ക്, ആശ വെച്ച ശുഭ തുറമുഖത്തേക്ക് നമ്മൾ തനിയെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ തനിയെ വിടാതെ, നീ മുന്നോട്ട് പോകൂ, ഞാൻ നിന്റെ കൂടെയുണ്ട്, മകനെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ഇമ്പ ശബ്ദം കേൾപ്പിച്ച് നാൾതോറും നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഒരു സർവശക്തനായ കർത്താവാണ് നമ്മുടെ ജീവിത തോണിയിൽ അമരത്ത് നാഥനായി നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഞാൻ യഹോവയോട് പറഞ്ഞത്, അങ്ങന്റെ കർത്താവാകുന്നു, അങ്ങൊഴികെ എനിക്കെന്തില്ല, യാതൊരു നന്മയുമില്ല. ദൈവമല്ലാതെ, ദൈവം തരാത്ത ഒരു നന്മയും നമുക്കില്ല. സ്തോത്രം. ലോകത്തിൽ ആർക്കും കൊടുത്തില്ല. പക്ഷേ ദൈവത്തെ അറിയുന്നവരുണ്ട്, ദൈവത്തെ അറിയാത്തവരുണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട്, ദൈവത്തെ വിശ്വസിക്കാത്തവരുണ്ട്. പക്ഷെ ഇത് ആര് കൊടുക്കുന്ന? എല്ലാവർക്കും. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ദൈവം മഴ പെയ്യ്ക്കുന്നു. ദുഷ്ടന്മാരുടെ മേലും ദുഷ്ടന്മാർക്കായിട്ട് നീതിമാന്മാർക്കായിട്ട് ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നു, വെളിച്ചം നൽകുന്നു. ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും വേണ്ടിയായിട്ടും ദൈവം ഭൂമിയിൽ ജീവശ്വാസത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. സ്തോത്രം. വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല ജീവശ്വാസം. ആർക്കേണ്ടിയാണ്? ലോകത്ത് പറന്നിരിക്കുന്ന സകല ജീവികൾക്ക് വേണ്ടിയും, സകല ജീവികൾക്ക് വേണ്ടി ദൈവം ജീവശ്വാസത്തെ, ദൈവം വായുവിനെ സൗജന്യമായി ദൈവം നൽകിയിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ഇവിടുന്ന് ഇപ്പം എരുമേലിക്ക് പോവാ, കുറച്ച് വായു കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? കാശുണ്ടെങ്കിൽ വണ്ടിക്കൂലി എടുത്തുകൊണ്ട് ബസ്സിൽ കയറി എരുമേലിക്ക് പോയാൽ മതി. അവിടെ വരെ എന്തുണ്ട്? ജീവശ്വാസം ദൈവം നൽകിയിട്ടുണ്ട്. എരുമേലിയിൽ നിന്ന് കോട്ടയത്തിനോ തീരുമാനിക്കുക, അവിടെ എന്തുണ്ട്? ഭൂമിയിൽ എല്ലായിടത്തും മനുഷ്യനെ ശ്വസിക്കാൻ വേണ്ടുന്ന ജീവശ്വാസത്തെ ദൈവം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നടന്നോ വണ്ടിക്കോ ഒക്കെ അങ്ങ് പോയാൽ മതി. ഇഷ്ടം പോലെ കാശ് കൊടുക്കാൻ കഴിയാത്ത വണ്ണം, കാശ് കൊടുത്ത് തീർക്കാൻ കഴിയാത്ത വണ്ണം അത്രയ്ക്ക് ജീവശ്വാസം ദൈവം നമുക്ക് നൽകി. ഈ ഭൂമിയിൽ ദൈവം നമ്മെ എത്ര ജീവനോടെ ദൈവം നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ ആശുപത്രിയിലൊക്കെ ആരെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് കിടക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഓക്സിജൻ കൊടുക്കും. ഓക്സിജൻ കൊടുക്കുമ്പോൾ ഇത്ര സമയം ഓക്സിജൻ കൊടുത്തു, അതിൻ്റെ കൊടുക്കണം, കാശ് കൊടുക്കണം. നമുക്ക് ഓരോരുത്തർക്ക് ഇത്ര വയസ്സ് പ്രായമുണ്ടല്ലോ. എനിക്കിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു. ഈ 61ലേക്ക് കയറി. ഈ 61 വർഷക്കാലവും ഇത് ഇത്ര ടൺ ഓക്സിജൻ ഞാൻ ശ്വസിച്ചു അല്ലേ? അതിന് കണക്കുണ്ടോ? കണക്കില്ല. ഉറങ്ങിക്കിടന്നപ്പോഴും, വഴി നടന്നപ്പോഴും, പ്രാർത്ഥിക്കുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഓക്സിജനെ ശ്വസിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന ഓക്സിജനെ ശ്വസിച്ചിട്ട് ബാക്കിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജനെയും മറ്റും സകലതിനെയും കാര്യത്തെ എല്ലാം ചെയ്യുന്നു. നമ്മളെല്ലാം പുറത്തു വിടുന്നു, ഓക്സിജനെ ശ്വസിക്കുന്നു. എത്ര ദൈവത്തിന് കാശ് കൊടുക്കുകയാണെങ്കിൽ എത്ര കോടി രൂപ നമ്മൾ കൊടുക്കണം? ഈ 60 വർഷമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം ചെയ്യുന്നു, സൗജന്യമായിട്ട് ദൈവം നൽകിയിരിക്കുന്നു. സ്തോത്രം. അതൊരു രക്ഷ എങ്ങനെ ദൈവം നൽകിയിരിക്കുന്നത്? രക്ഷ സൗജന്യമാണ്. രക്ഷയ്ക്ക് നമുക്ക് കാശ് കൊടുക്കാൻ കഴിയുമോ? ഇത്ര വലിയ രക്ഷ ആണ് ദൈവം നമുക്ക് നൽകി. ദൈവത്തിനറിയാം ഇത് മനുഷ്യരെ കൊണ്ട് കാശ് കൊടുത്ത് തീർക്കാൻ കഴിയില്ല. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന രക്ഷ, ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ, മാനസാന്തരപ്പെടണം, ദൈവത്തിലെ രക്ഷയിലേക്ക് കടന്നു വരണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ കൊടുക്കണമെന്ന് ദൈവം വചനത്തിൽ പ്രമാണം കൊടുത്താൽ നമ്മളെ കൊണ്ട് ആർക്കും കൊടുത്തു തീർക്കാൻ കഴിയില്ല. സൗജന്യമായിട്ട് ദൈവം ചെയ്യുന്നു, രക്ഷ നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. ദൈവം നമുക്ക് സൗജന്യമായിട്ട് ഒരു പണവും വാങ്ങാതെ, ഒരു പ്രതിഫലവും ചോദിക്കാതെ സൗജന്യമായി ദൈവം ഇതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. സ്തോത്രം. 2-ാം വാക്യം, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ദൈവം തമ്പുരാൻ ഒഴികെ, കർത്താവ് ഒഴികെ നമുക്ക് യാതൊരു നന്മയുമില്ല. തന്നതൊക്കെ ദൈവം നമുക്ക് നൽകിയതാണ്. നേടിയതൊക്കെ ദൈവം നമുക്ക് നൽകിയതാണ്. സ്തോത്രം. ദൈവത്തെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല. തന്നതും എല്ലാം നൽകിയതൊക്കെ അവിടുത്തെ തിരുമനസ്സലിഞ്ഞ് നമ്മെ കണ്ടുകൊണ്ട് നമുക്ക് നൽകിയതാണ്. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗത്തിലിരുന്ന് മനുഷ്യപുത്രന്മാരെ ഒക്കെ നോക്കുന്ന കൂട്ടത്തിൽ ആരും പെട്ടു? നമ്മളും പെട്ടു. നമ്മയും ദൈവം നോക്കി, നമ്മയും ദൈവം കണ്ടു. എല്ലാ മനുഷ്യരെയും ദൈവം സ്വർഗത്തിലിരുന്ന് സകല മനുഷ്യന്മാരെ നോക്കിയപ്പോൾ ദൈവം എന്തിനാ നോക്കിയത്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം നോക്കിയപ്പോൾ ദൈവം നമുക്ക് തന്ന ബുദ്ധി കൊണ്ട് നാം ദൈവത്തെ അറിഞ്ഞു. ദൈവത്തിന്റെ കണ്ണിന്റെ ദൃഷ്ടിയിൽ നാമും പെടുവാനിടയായി. അങ്ങനെ വിശുദ്ധ മന്ദിരത്തിൽ, വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ വിളിച്ചു. എക്ലീശിയ പുറത്തേക്ക് വിളിച്ച് നമ്മെ ചേർത്ത് ദൈവസന്നിധിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. സങ്കീർത്തനം, യഹോവേ അങ്ങൊഴികെ എനിക്ക് ഒരു നന്മയുമില്ല. സ്തോത്രം. 3-ാമത്തെ വാക്യം വായിക്കും, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള
ശ്രേഷ്ഠന്മാർ തന്നെ, പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഇപ്പം നമ്മളൊക്കെ ആരാ? ദൈവസേനയിൽ ശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠവതികളും അല്ലേ? ലോകപ്രകാരം നമ്മൾ നോക്കും നമ്മളൊന്നും അല്ലാന്നെങ്കിലും സ്തോത്രം, നമ്മൾ ആരാണ്? നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം മുൻപാകെ ദൈവം നമ്മെ ശ്രേഷ്ഠരായിരിക്കുന്നു, ദൈവം നമ്മളെ മാന്യരായി എണ്ണിയിരിക്കുന്നു, അവിടുത്തെ മക്കളായി നമ്മെ കരുതിയിരിക്കുന്നു. അവിടുന്ന് അപ്പനായി നമുക്കുള്ളത് കൊണ്ട് മക്കൾ എന്ന പേരിൽ നമ്മൾ അപ്പാ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾക്കെല്ലാം അതാത് സമയങ്ങളിൽ മറുപടി നൽകി നമ്മെ കരുതുന്ന ഒരു ദൈവം നമുക്ക് ഉയർത്തി നമുക്ക് വേണ്ടിയുണ്ട്. സ്തോത്രം കർത്താവ്. സ്തോത്രം. 3-ാം വാക്യം വായിച്ചപ്പോൾ ഭൂമിയിലെ വിശുദ്ധന്മാരോ, ഭൂമിയിലെ ദൈവമക്കളോ, ഭൂമിയിലായിരിക്കുന്ന സകല വിശുദ്ധന്മാരും അവർ എനിക്ക് പ്രസാദമുള്ള ദൈവത്തിൻ്റെ പ്രസാദം, ദൈവ അനുഗ്രഹമുള്ള ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ദയ അനുഭവിക്കുന്ന മക്കളാണ് നാം. പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരായി ശ്രേഷ്ഠവതികളായി ദൈവം നമ്മെ എണ്ണിയിരിക്കുന്നു എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. സ്തോത്രം. നമ്മളൊക്കെ ദൈവത്തെ സ്തുതിക്കും. എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? നമ്മൾ വന്നിട്ട് ആദ്യം തന്നെ പ്രാർത്ഥനയുടെ പ്രൈമറി ആയിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് ദൈവത്തെ സ്തുതിച്ചു. കർത്താവേ, ഇവിടേക്ക് കൂട്ടി വരുത്തിയല്ലോ, കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞങ്ങൾക്ക് ആഹാരം നൽകിയല്ലോ, സകല ഇടത്തിനും ആഹാരം കൊടുക്കുന്നവനെ അങ്ങനെ ദയ എന്നേക്കുമുള്ളത്, ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്തല്ലോ, ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങളെ താങ്ങിയല്ലോ, കൈമുടുക്കോടെ ഞങ്ങളെ നടത്തിയല്ലോ നാഥ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് നന്ദി. അങ്ങനെ മുൻപാകെ തിരുമുൽ കാഴ്ചയുമായി വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഇതാ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ കാക്കണേ, അനുഗ്രഹിക്കണേ, അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നമ്മൾ പ്രൈമറിയായി പ്രാർത്ഥിച്ചാണ് ആ പ്രാർത്ഥന ആരാധന തുടങ്ങിയത്. സ്തോത്രം. അപ്പോഴും ഇതാ പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ നമ്മുടെ വായിലെ വാക്കുകളിലൂടെ, ഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമാകട്ടെ. സങ്കീർത്തനക്കാരൻ പറയും, ഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും സർവശക്തനെ ഹോവേ അങ്ങേക്ക് പ്രസാദമുള്ളതായിരിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ദൈവം പ്രസാദിക്കുന്ന നമ്മുടെ വായിലെ വാക്കുകളും നമ്മുടെ ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കട്ടെ എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്. സ്തോത്രം. 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 ഇനി സങ്കീർത്തനത്തിൻ്റെ സ്തോത്രം 5-ാമത് വാക്യം, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. സ്തോത്രം. എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. എനിക്ക് എന്ത് നന്മ ലോകത്തിൽ ലഭിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു ഷെയർ ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളതാണ്. സ്തോത്രം. എനിക്ക് എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും എനിക്ക് ലഭിച്ച സകലത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും ഒരു ഓഹരിക്കാരൻ ആരാണ്? യഹോവയാണ്. സ്തോത്രം. ഒരു ചിന്തകൻ ഇങ്ങനെ പറയാണ്, കർത്താവ് നമ്മുടെ ഭവനങ്ങളിൽ ക്ഷണിക്കാതെ വരുന്ന അതിഥി ആരാണ്? കർത്താവ് ക്ഷണിക്കാതെ വരുന്ന അതിഥി ഏത് സമയത്തും നമ്മുടെ ഭവനങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. സ്തോത്രം. കർത്താവ് ക്ഷണിക്കാതെ വരുന്ന അതിഥി, ഭക്ഷണ കാര്യങ്ങളിൽ നിശബ്ദനായ ശ്രോതാവ്, ഭക്ഷണത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നിശബ്ദനായ ശ്രോതാവ്. എന്താ ശ്രദ്ധിക്കുന്നത്? ഇത്രയും ആഹാരം അവന് കൊടുത്തല്ലോ, അവനത് പറയുന്നുണ്ടോന്നാ? നന്ദി പറയുന്നുണ്ടെന്നറിയാൻ. നിശബ്ദനായ ശ്രോതാവ്. ആഹാരം, ചോറ്, കറി, സാമ്പാർ, മീൻ വറുത്തത്, ഇതെല്ലാം വെച്ചിരിക്കുന്നു. കണ്ടല്ലോ, സന്തോഷം. വേഗം തിന്നുകയാണോ? എന്ത് ചെയ്യണം? കണ്ടുകൊണ്ട് സന്തോഷം കൊണ്ട് തിന്നുകയല്ല. എന്ത് ചെയ്യണം? ദൈവത്തിന് കൊടുക്കേണ്ട ആവശ്യം. താവേ, ഈ ആഹാരം നൽകിയല്ലോ, നന്ദി തമ്പുരാനെ. ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ലോകത്തിൽ എത്രയോ പേര് കഷ്ടപ്പെടുന്നു, എത്രയോ പേര് ആശ്രയപ്പെടുന്നു. താവേ, ഈ നൽകിയ ആഹാരത്തിന് നന്ദി. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു പാത്രത്തിൽ ചോറ്, പപ്പടം, സാമ്പാർ, പിന്നെ ഇതൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞ് 2-3 വയസ്സുണ്ട് കുഞ്ഞ് കർത്താവേ, ഈ ചോറിനായി നന്ദി. ദൈവം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഈ പപ്പടത്തിനായി സ്തോത്രം. ഈ സാമ്പാറിനായി സ്തോത്രം. ഈ മീൻ വറുത്തതിനായി സ്തോത്രം. എല്ലാത്തിനും ദൈവത്തിന് മഹത്വം. സ്തോത്രം എന്നൊരു കുഞ്ഞ് പറയുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. എല്ലാറ്റിനും ഓരോന്നിനും കൈവച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ശരി, നമ്മൾ ചെയ്യേണ്ടതാണ്. കാര്യം എന്നറിയോ? ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ ആരെങ്കിലും വിചാരിക്കുക, നമുക്കിന്ന് പപ്പടം കൂട്ടി ചോറുണ്ട്, പക്ഷെ എന്തില്ല, പപ്പടം കിട്ടില്ല വിചാരിച്ചോളുക. നമുക്ക് എന്ത് കിട്ടി? ദൈവം നമുക്ക് പപ്പടം താവേ. ഒത്തിരി പേര് പപ്പടം കഴിച്ച് ആ ചോറുണമെന്ന് ആഗ്രഹിച്ചല്ലോ, അവർക്ക് നടക്കില്ല. ഞങ്ങൾക്ക് നടന്നല്ലോ. നല്ല ചോറ് ഞങ്ങൾക്ക് നൽകിയല്ലോ, നല്ല ആഹാരം നൽകിയല്ലോ. സ്തോത്രം, നന്ദി. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. സകലത്തിനെയും സംരക്ഷിക്കുന്നവൻ, സകലത്തിനെയും പരിപാലിക്കുന്നവൻ, എല്ലാറ്റിനെയും നോക്കുന്നവൻ, എല്ലാറ്റിനും തീൻ കൊടുക്കുന്നവൻ, കടലിലെ ലിവിയാഥാന് പോലും അവനും തീൻ കൊടുക്കുന്നവൻ, ആഹാരത്തിനോട് വായ് പിളർക്കുമ്പോൾ അതിനും തീൻ കൊടുക്കുന്നവൻ, എല്ലാറ്റിനും തീൻ കൊടുക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവൻ, എല്ലാറ്റിനെയും പരിപാലിക്കുന്നവൻ, നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്ന സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ഗമനത്തിലും നമ്മുടെ ആഗമനത്തിലും ആര് നമ്മെ പരിപാലിച്ചു? സർവശക്തൻ നമ്മെ പരിപാലിച്ചു. സ്തോത്രം. എന്താണ് ഗമനം?
അങ്ങോട്ട് പോകുക എന്നാ. ആഗമനം, തിരിച്ചു വരിക. സ്തോത്രം. ഗമനത്തിൽ ദൈവം നമ്മുടെ കൂടെ ഇരുന്നു, നമ്മളായിരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കൂടെ ഇരുന്നു. ആഗമനത്തിലും ദൈവ കരുണ നമ്മോട് കൂടെ ഇരുന്നു. സ്തോത്രം. അതാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. സ്തോത്രം. 5-ാം വാക്യം വായിച്ചപ്പോൾ സ്തോത്രം. 5-ാം വാക്യം, യഹോവ എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഓഹരി പങ്ക് യഹോവയാകുന്നു. തന്നെ ബി പാർട്ട് വായിക്കുമ്പോൾ എന്താണ് ബി പാർട്ട്? എനിക്കുള്ള ഓഹരിയെ എന്ത് ചെയ്യുന്നു? പരിപാലിക്കുന്നു. എൻ്റെ ഓഹരിയെ, എൻ്റെ ഷെയറിനെ, എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ ഈ ലോകത്ത് ജീവിക്കുവാൻ, എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനെല്ലാം തന്ന് അങ്ങനെ പോറ്റുന്നു. ലോകത്ത് ജീവിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് വേണ്ടുവോ, എനിക്ക് ഇത്രത്തോളം വയസ്സുണ്ട്, നഗ്നനായിട്ട് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നല്ലേ. നമ്മൾ വന്നപ്പോൾ വെറും കൈയായിട്ട് വന്നു, വെറും കൈയായിട്ട് നമ്മൾ കൊണ്ടുവന്നില്ല. പക്ഷേ തന്നതല്ല ദൈവം, നേടിയതല്ല, ഒക്കെ ദൈവം പലരും നൽകി, ഒക്കെ ദൈവം നൽകി. സ്തോത്രം. നമ്മുടെ സഹോദരൻ ദീപുവാണേലും വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചു ഒരു ക്യാമറ വാങ്ങിക്കണമെന്ന്. ഒരു 2-3 മാസം മുമ്പ് വരെയും അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ലൈവ് ചെയ്തത്? തൻ്റെ ഫോൺ കൊണ്ടാണ്. പലരും പറഞ്ഞു, പക്ഷേ ഇവൻ ഈ ഫോൺ കൊണ്ടാണോ ഈ ലൈവ് ചെയ്യുന്നത്, ഒരു ക്യാമറ വാങ്ങിച്ചുകൂടെ? പക്ഷേ ക്യാമറയ്ക്ക് സാഹചര്യമില്ലായിരുന്നു. ദൈവസേനയിൽ പ്രാർത്ഥിച്ചു. സമയമായപ്പോൾ ദൈവം ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ക്യാമറ വാങ്ങുവാൻ, അതിലൂടെ പ്രോഗ്രാം നടത്തുവാൻ സർവശക്തൻ കൃപ നൽകി. അതാണ് ദൈവത്തിൻ്റെ കരുതൽ, അതാണ് ദൈവത്തിൻ്റെ കൃപ, അതാണ് ദൈവത്തിൻ്റെ ദയ. തക്ക സമയത്ത് നൽകി നമ്മെ പോറ്റുന്ന നമുക്ക് നൽകി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി നമ്മെ മാനിക്കുന്ന സ്വർഗത്തിൽ ദൈവമുണ്ട്. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എല്ലാവരും എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരെ. തക്ക സമയം വരുമ്പോൾ സ്തോത്രം നമ്മെ ഉയർത്തുന്ന ദൈവമുണ്ട്. തക്ക സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി വേണ്ടുന്ന സമയം കണ്ട് ആ സമയത്ത് നൽകി നമ്മെ താങ്ങി നമ്മെ എഴുന്നേൽപ്പിച്ച് നമ്മുടെ കൂടെ വന്നിരുന്നു. മകനെ, മകളെ, ഇതാ ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വന്നിരിക്കുന്നു. സ്തോത്രം. ദാനിയേൽ പ്രാർത്ഥന തുടങ്ങിയ ഒരു കാര്യമുണ്ട്. ഇസ്രായേൽക്കാരുടെ കഷ്ട ദൈവമേ ഇന്ന് തീരും. ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1-ാമത്തെ ദിവസം തന്നെ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ടു. ദാനിയേലിന് മറുപടി അയച്ചു. സ്തോത്രം. പക്ഷേ ദാനിയേൽ 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 20 ദിവസം പ്രാർത്ഥിച്ചു. പക്ഷെ എന്തില്ല, മറുപടി എത്തിയില്ല. 21-ാം ദിവസം ദൈവം തന്റെ ദൂതനെ ദാനിയേലിന്റെ അടുത്തേക്ക്, ദാനിയേലേ, ഇതാ സ്വർഗത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്റെ ദൂതനെ ഞാൻ അയച്ചിരിക്കുന്നു. എന്താണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി? അത് ദൂതൻ ഇന്ന് സമയം നിനക്ക് തരുവാൻ നിന്റെ അടുക്കലേക്ക് ഇതാ വന്നിരിക്കുന്നു. സ്തോത്രം. ദാനിയേൽ ചോദിച്ചു, അല്ല ദൈവമേ, ഞാൻ 21 ദിവസമായി കാത്തിരിക്കുകയാണ്. 1 ദിവസം 2 മുതൽ 21 ദിവസം പ്രാർത്ഥിച്ചു. എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത എന്ന് തീരും, ഇസ്രായേൽക്കാരുടെ സങ്കടം എന്ന് തീരും, ഇവരുടെ വേദന എന്ന് തീരും, ദാരിദ്ര്യം എന്ന് തീരുമെന്ന് ഇതൊക്കെ ഒന്ന് എന്നോട് പറയണേ. അതിനുവേണ്ടി ഞാൻ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതാ. പക്ഷെ പ്രാർത്ഥന നീണ്ടു. 21-ാം ദിവസമാണ് മറുപടി. ദൈവം പറഞ്ഞു, ദാനിയേലേ, ഞാൻ 1-ാം ദിവസം തന്നെ മറുപടി ഇങ്ങോട്ട് അയച്ചതാണ്. പക്ഷേ കണ്ടല്ലോ, പാർസി രാജ്യത്തിന്റെ പ്രഭു അവരെന്നെ തടഞ്ഞു. എന്നെ മറുപടി ഇങ്ങോട്ട് എന്നെ വിട്ടില്ല. ഗബ്രിയേൽ എന്ന് പറയപ്പെടുന്ന ദൂതനെ ഇങ്ങോട്ട് അയച്ചിട്ട് സ്തോത്ര ശത്രുവിനോട് യുദ്ധം ചെയ്ത് പാർസി രാജ്യത്തിന്റെ പ്രഭുവിനെ തകർത്തതിന് ശേഷം, അവനെ ഇല്ലായ്മ ചെയ്തതിനു ശേഷമാണ് ഈ മറുപടി, പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഇതാ നിന്റെ അടുക്കിലേക്ക് ഇതാ എന്റെ ദൂതനെ ഞാൻ അയച്ചിരിക്കുന്നു. ദാനിയേലേ, ഏറ്റവും പ്രിയ പുരുഷ, നീ ധൈര്യപ്പെട്ടിരിക്കുക, മറുപടി നിന്റെ അടുക്കലെത്തിയിരിക്കുന്നു, നീ ധൈര്യത്തോടെ ഇരിക്കുക എന്ന് ദൈവം ദാനിയേലിനെ ബലപ്പെടുത്തുവാനിടയായി. സ്തോത്രം. അതാണ് നമ്മുടെ പല പ്രാർത്ഥനയ്ക്കും മറുപടി സമയത്ത് ലഭിക്കാത്തതിന്റെ കാരണം. ഒരുപക്ഷെ ശത്രു പ്രാർത്ഥന മറുപടി തടയുന്നുണ്ടാകാം. ദീർഘക്ഷമയോട് പ്രാർത്ഥിക്കൂ, പ്രാർത്ഥനയ്ക്ക് മറുപടി അരികിൽ തന്നെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്കോട് വായിച്ചിട്ട് പെട്ടെന്ന് ഇരുപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 10-ാമത് വാക്യം, നീ എൻ്റെ പ്രാണനെ നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ല. അപ്പം ഈ സങ്കീർത്തന ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? നോക്കെ, ഏകദേശം ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇതൊരു എന്താണ്? മശിഹാ സങ്കീർത്തനമാണ്. മശിഹായെക്കുറിച്ച് പറയുന്നതായ, മശിഹായെക്കുറിച്ച് ആത്മീകമായിട്ട് പറഞ്ഞിരിക്കുന്നതായ സങ്കീർത്തനങ്ങളെ മശിഹാ സങ്കീർത്തനം പറയും. അപ്പോൾ ഈ 16-ാം സങ്കീർത്തനം തികച്ചും ഒരു മശിഹാ സങ്കീർത്തനമാണ്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ല. സ്തോത്രം. പാതാളം, എവിടെയാണ് പാതാളം? നമ്മൾ
ദ്രവത്വമായത് അദ്രവത്വത്തെയും പ്രാപിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. സ്തോത്രം. നിത്യമരണത്തിലേക്ക് നാം പോകാതെ വണ്ണം നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ കാണാതെ ദ്രവത്വത്തിൽ അകപ്പെടാതെ പിതാവാ ദൈവം നമുക്ക് വേണ്ടി കരുതിനെ നമ്മുടെ ആത്മീയ ശരീരം നിത്യപാതാളത്തിലേക്ക് പോകാതെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്തോത്രം തൻ്റെ പരിശുദ്ധനെ ദൈവം നമുക്ക് വേണ്ടി സ്തോത്രം ജീവിപ്പിച്ചെഴുന്നേറ്റ് മരണത്തെയും പാതാളത്തെയും ജയിച്ച് സ്വർഗങ്ങളിലേക്ക് കരേറിപ്പോയ ദൈവപുത്രൻ നമുക്ക് വേണ്ടി ഉയർത്തി ജീവിക്കുന്നുവെന്ന് ഈ സങ്കീർത്തന മുഖാന്തരം നമുക്ക് പഠിക്കുവാൻ കഴിയും. നിന്റെ പരിശുദ്ധനെ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. സ്തോത്രം. പാതാളം മൂന്നെണ്ണമാണ്. ഒന്ന് മുകളിലത്തെ പാതാളം, മുകളിലത്തെ പാതാളം, അതിനാണ് ബോസം ഓഫ് എബ്രഹാം, അബ്രഹാമിന്റെ മടിത്തട്ട്, അല്ലെ ബസ്ബുർഗാൻ എന്നൊക്കെ പറയും. അടിയിലത്തെ പാതാളം അധമ പാതാളം, നിന്റെ സ്തോത്രം, അല്ലെങ്കിൽ ഏറ്റവും അടിയിലെ പാതാളം ബോട്ടംലെസ് പിറ്റ്, അടിയില്ല ആ കുഴി. പാപികളെയൊക്കെ ദൈവം ന്യായം വിധിച്ച് വെള്ളസിംഹാസനടുത്ത് ഒക്കെ ന്യായവിധികൾക്ക് ശേഷം അടിയില്ല പാതാളത്തിലേക്ക്, നിലയില്ല കയത്തിലേക്ക് ദൈവത്തെ സേവിക്കാത്തവർ ഒരു കാര്യം ആദ്യം ചെയ്യും. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലുകളും യേശുവെന്ന നാമത്തിന് മുൻപാകെ മടങ്ങിയതിനു ശേഷം, ഏറ്റുപറഞ്ഞതിന് ശേഷം, നീ രക്ഷകനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ, ഇല്ലെങ്കിൽ അധമ പാതാളത്തിലേക്കും തള്ളിവിടുന്നതായ, തീപ്പൊയിലേക്ക് തള്ളിവിടുന്നതായ അവസ്ഥയിൽ രക്ഷപ്പെടുവാൻ, നാം രക്ഷിക്കപ്പെടുവാൻ, നാം അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തന്റെ പരിശുദ്ധനെ ദൈവം ദ്രവത്വം കാണാതെ നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ച് നമുക്ക് വേണ്ടി ജീവിക്കുവാനിടയാത്തിരുന്നു. സ്തോത്രം. നമ്മൾ കേട്ട ദൈവജനങ്ങളൊക്കെ ഈ പ്രബോധന വാക്യങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. നേടിയതല്ല, ദൈവമെല്ലാം നമുക്ക് നൽകിയതാണ്. നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. സ്തോത്രം. പരിശുദ്ധ ദ്രവത്വം കാണുവാൻ കഴിയാതെ നമുക്ക് വേണ്ടി കാത്ത് സംരക്ഷിച്ച, നമുക്ക് വേണ്ടി ഉയർപ്പിച്ചൊരു ദൈവം. നമുക്ക് നല്ലൊരു ഉയർപ്പുണ്ട്. നമ്മൾ പാതാളത്തിലേക്ക് പോകാതെ, പാതാളത്തിലെ ആടുകളെ പോലെ മൃത്യു നമ്മെ മേയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ നമ്മെ പാതാളത്തിൽ പിടിച്ച് കരകയറ്റി സ്തോത്രം ദൈവരാജ്യത്തിന്റെ കൂട്ടവകാശികളെ തീർക്കുവാൻ പരിശുദ്ധൻ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെയുണ്ട് എന്നീ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്രം. യഹോവേ, ഞാൻ അങ്ങയെ ശരണമാക്കി, എന്നെ എന്ത് ചെയ്യണേ? എന്നെ കാത്തുകൊള്ളണമേ. അങ്ങൊഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാര് അവർ എനിക്ക് പ്രസാദമുള്ള സട്ടന്മാർ തന്നെ. സ്തോത്രം. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. യഹോവ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്ന ദൈവം, എനിക്കുള്ള ഓഹരിയെ കാക്കുന്ന ദൈവം, എനിക്കുള്ള ഓഹരിയെ സൂക്ഷിക്കുന്ന ദൈവം നല്ലവനെന്ന് നമുക്ക് പറയാൻ കൊണ്ട് കഴിയും. ഈ പ്രബോധനം വാക്യങ്ങൾ മുഖാന്തരം സർവശക്തനായ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യങ്ങൾക്കായി ദൈവമക്കളെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ കരുതുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം.